ഡേ എന്താ പരിപാടി? ചൂണ്ടടാൻ പോയാലോ എന്ന് ആലോചിക്ക. അതിന് ചൂണ്ടണ്ടോ? ഇല്ല, അതുകൊണ്ടല്ല ആലോചിക്കുന്നേ. പബ്ലിഷ് അവിടെ. ഓ, അവൻ ഇന്നലെ കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലായിരിക്കും. അങ്ങനെ ഇപ്പൊ ക്ഷീണവും പിടിച്ച് പെണ്ണിനെയും മടപ്പിച്ച് വീട്ടിൽ കുത്തിരിക്കാൻ പാടില്ലാലോ. കല്യാണം കഴിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കില്ല എന്ന് വലിയ ഡാവടിച്ചവനാ. അതെ, വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാ. ബാച്ചലർ പാർട്ടിയുടെ ചെലവന്നെ പെൻഡിങ് ഉണ്ട്. എന്നാ അങ്ങനെ ആവാം. ആകെ ചലോ. ആരെയും കാണാനില്ലാലോ. ബബ്ലീഷ, എടാ ബബ്ലീഷ, ഒന്ന് വന്നേടാ. ഒരു സ്ഥലം വരെ പോവാ. ഇല്ലേ? എവിടെ പോയി? ആണല്ലേ? ഞങ്ങളെ മനസ്സിലായില്ലേ? ഇന്നലെ കല്യാണത്തിനുണ്ടായിരുന്നു. അതിന്റെ ചെറ്റ അല ഉറ്റ സുഹൃത്തുക്കളാ. എന്നാ പോട്ടെ പെങ്ങളെ. വാ, അവൻ വന്ന പറയുണ്ടോ? കള്ള പാടുക. ശല്യങ്ങളാ നീ ഒഴിവാക്കി വിട്ടതാ. ചേട്ടന് മിമിക്രി വശമുണ്ടോ? പണ്ടു സ്കൂൾ കായികമേളയിൽ കോഴി അനുകരിച്ചതിന് എനിക്കായിരുന്നു ജില്ലാ ഫസ്റ്റ്. എന്തു പറ്റി? ഒരു കത്തിയല്ലേ പോയത്? കത്തിയല്ലടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആണോ? എന്നിട്ട് സ്റ്റേറ്റ് പോയില്ലേ? ആ പോയില്ല. അച്ഛൻ അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നേ. അതുകൊണ്ട് ജില്ല വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പോകാൻ പറ്റിയില്ല. അതോടുകൂടി എന്റെ മിമിക്രി ഭാവി വെള്ളത്തിൽ വരച്ച വര പോലെ ആയി. എന്നാലും എന്റെ അസ് ഒരു കഴിവുള്ള ആള് തന്നെ. എന്റെ ഭാഗ്യം. പിന്നെ ചേട്ടാ, എനിക്കെന്തോ വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്ന പോലെ. അമ്മേനെ അച്ഛനെയൊക്കെ കാണാൻ തോന്നുക. നമ്മൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലോ, അപ്പോഴേക്കും മിസ് അടിച്ചോ? അതെ, എന്നാലും അച്ഛനും അമ്മയൊക്കെ കാണാണ്ട് എന്തോ പോലെ. ഞാൻ കല്യാണത്തിന് മുന്നേ മോളോട് പറഞ്ഞ ഓർമ്മയില്ലേ? നിനക്ക് എവിടെ കംഫർട്ട് തോന്നിയോ അവിടെ നിക്ക. മോൾക്ക് എപ്പോ വീട്ടിൽ പോകണം തോന്നിയോ എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് പോവാ. ഓർക്കുന്നില്ലേ? ഓർമ്മയുണ്ട്. ആ, എന്നാ അതങ്ങ് മറന്നേക്ക്. ഇപ്പൊ തന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത നാട്ടുകാരെ എന്നെ പെൻകൂസാന്ന് വിളിക്കും. ഒരാഴ്ച കഴിയട്ടെ, ആലോചിക്കാം. ഇനി എന്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണമല്ല. ഒരു മാസമായിട്ട് ഓട്ടം തന്നെ ഓട്ടം. എന്താപ്പത്? മോനെ, നീ അവളെ കൂട്ടി നമ്മുടെ അമ്മാവന്മാരുടെ അമ്മായിമാരുടെ എല്ലാം വീട്ടിലേക്കൊന്ന് പോയേ. എന്തിന്? എന്തിനോ? എടാ വിരുന്ന് പോക്കേ. എനിക്കൊന്നും വയ്യ വിരുന്നും താങ്ങി വാങ്ങിയൊന്നും. ആൾക്കാരെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള മടി കൊണ്ട് കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചതാ. പിന്നെ നിർബന്ധിച്ചോണ്ട് കഴിച്ചതാ. നിർബന്ധിച്ചു? ഞാൻ എന്നെ തന്നെ. അമ്മ, ഈ വിരുന്ന് പോക്കൊന്നും നടപടിയാവില്ല. അത് ശരിയാവില്ല. അത് ഇന്ന് ഞങ്ങൾ ഇവളുടെ വീട്ടിൽ പോവല്ലേ, പിന്നെ എങ്ങനെ വിരുന്നിന് പോവാ? ആ, എന്താ പിന്നെ അങ്ങോട്ടേക്ക് ആദ്യം പോയിവാ, എന്നിട്ട് നോക്കാം. മോള് പറഞ്ഞ എനിക്ക് കയർക്കാൻ പറ്റുമോ? നമുക്ക് അച്ഛനും അമ്മയും കാണാൻ പോവാ. ലവ്ലിയോ ലവ്ലി. എന്തു പറ്റി? അല്ല, ഈ ട്രാൻസിഷൻ വരുന്നില്ല. നീ ഒന്നുകൂടെ ആഞ്ഞു വീശുന്നേ. ഓ അല്ല, ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. സർപ്രൈസ് ആണേലും എന്താ, ഒന്ന് വിളിച്ചു പറയണ്ടേ? ഇരി. അമ്മ എവിടെ അച്ഛാ? അപ്പുറത്തുണ്ട്, ചെല്ല്. ചേട്ടാ ഇരിക്കട്ടോ. ആ, ഇതെന്റെ വെല്ലങ്ങാടിയിലുള്ള രണ്ടാമത്തെ അമ്മാവന്റെ മൂത്ത കുട്ടിയുടെ അനിയന്റെ ഹസ്ബൻഡിന്റെ മകനാ. ഇതവന്റെ വൈഫും വിരുന്നിന് വന്നതാണേ. ഓ, അപ്പോ റീസെന്റ് മാരീഡ് കപ്പിൾസ് അല്ലേ? റീസെന്റ് ആയിരുന്നു, 3 കൊല്ലം മുമ്പ്. പക്ഷെ വിരുന്ന് ഇപ്പൊ വരുന്നു മാത്രം. അതെന്താ ഇത്രയും ലേറ്റ് ആയേ? കവർ ചെയ്ത് തീരണ്ടേ? ഒഴിവു ദിവസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് വിരുന്നിന് ഇറങ്ങും. ഇന്ന് തന്നെ 4 കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാ ഇറങ്ങിയ. ഇത് രണ്ടാമത്തെ. ഇനി ബാക്കിയുള്ളവരെയും കൂടി കവർ ചെയ്യണം. അയ് ശരി, ഇന്നലെ കെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. സമയമുണ്ട്, പതിയെ മനസ്സിലാവും. ഇവളിത് എവിടെ പോയി? സൗദം മരുമോ വന്നത് കണ്ടില്ലേ നീ? വരുമ്പോ ആ എഴുതി വെച്ച പേപ്പറുകൾ ഇങ്ങ് എടുത്തേക്ക്. അതെന്തായാലും ഇപ്പൊ തന്നെ കയ്യോടെ കൈമാറാം.
അതെന്ത് ഇത്ര പെട്ടെന്ന് സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിൽ എഴുതി തരുവാണോ? സോ ഫാസ്റ്റ്. എടാ കള്ള, കോളടിച്ചോലോ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പിന്നെ സ്നേഹത്തോട് തരുമ്പോ എങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റുക? സ്നേഹത്തെ ബാധിക്കില്ലേ? പിന്നെ ബാധിക്കും. മുഴുവൻ പേരുകളും വിലാസങ്ങളാണല്ലോ. എന്താ ഇത്? അതിലൊന്ന് എന്റെ കുടുംബക്കാരുടെ ലിസ്റ്റാ, മറ്റേത് സൗദുവിന്റെ കുടുംബക്കാരുടെയും. പക്ഷെ എന്തിനോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിരുന്ന് പോക്ക് തുടങ്ങല്ലേ? മാരത്തോൺ വിരുന്ന് പോക്ക്. ഒരൊറ്റ കുടുംബം പോലും ഒഴിവാക്കരുത്. എല്ലാടെയും നിങ്ങൾ രണ്ടുപേരും നിർബന്ധമായും പോയി മുഖം കാണിച്ചിരിക്കണം. എക്സ്പെക്ടഡ്. പേടിക്കണ്ട, എല്ലാ ജില്ലകളിൽ നിന്നും ഈ 2 വീടുകൾ വീതമുണ്ട്. എന്നാ പിന്നെ ഇന്ന് തന്നെ ഐശ്വര്യമായിട്ട് വിരുന്ന് പോക്കിന് തിരികൊളുത്തിക്കോ. ഹായ് സബാഷ്. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, എല്ലാം പതിയെ മനസ്സിലാവുന്നേ. എന്നാ ഹാപ്പി വിരുന്നിഫൈഡ് ലൈഫ് ടു യു. താങ്ക്സ്. ഇത് അവന്റെ വൈഫും വിരുന്നിന് വന്നതാണേ.